ആ നിന്നോട് പറഞ്ഞ അവരിങ്ങോട്ട് തിരിച്ചു വിളിക്കാനല്ലേ? പൈസ എടുത്താൽ ആരെങ്കിലും എടുത്തു എന്ന് പറയോ? അമ്മ നിങ്ങളുടെ പൈസ ഒന്നും എടുത്തിട്ടില്ല. എടുത്തിട്ടുണ്ടെങ്കിൽ വരാൻ പറഞ്ഞാ പോലെ. വെറുതെ എന്നെ കാണാമെന്ന് എന്റെ അപ്പൻ അപമാനിക്കാൻ വേണ്ടിട്ട്. ഹലോ, ഓർഡറോ? ഇല്ല, എവിടെ നിന്ന് ഓർഡർ ചെയ്തിട്ടില്ലല്ലോ. ആണോ? ഞാനിപ്പൊ തിരിച്ചു വിളിക്കേ. അതെ, നിങ്ങൾ എന്തെങ്കിലും ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നോ? ആ, ഞാനേ ഓൺലൈനിൽ ഷൂ ഓർഡർ ചെയ്തിട്ടുണ്ട്. ഷൂസോ? വെറുതെ വീട്ടിലിരിക്കണം, നിങ്ങൾക്ക് ഷൂസിന്റെ ആവശ്യം എന്താ? അതെന്താ, എനിക്ക് പുറത്തേക്കൊന്നും പോണ്ടേ? ഞാനിപ്പോ ഉപയോഗിക്കുന്ന ഒരുപാട് പഴയതായിരുന്നു. അല്ല, ഞാൻ ഷൂ ഓർഡർ ചെയ്ത നിനക്കെന്താ കുഴപ്പം? അയ്യോ, നിങ്ങൾ ഓർഡർ ചെയ്യണതിൽ എനിക്ക് ഒരു കുഴപ്പമില്ല. പക്ഷെ പൈസയെ നിങ്ങളുടെ അക്കൗണ്ടിൽ തന്നെ പോണം. അതിന് വല്ലതും ഉണ്ടോ കയ്യില്? കഴിഞ്ഞ ആഴ്ച ട്രിമ്മർ വന്നില്ലേ, അന്നേരം ഞാൻ ഒന്നും പറഞ്ഞില്ലല്ലോ. 1000 രൂപ ഞാൻ എണ്ണി കൊടുത്തത്. എടിതാ, നീ വെറുതെ എല്ലാത്തിനും കണക്ക് പറഞ്ഞുകൊണ്ടിരിക്കരുത്. നിന്റെ ഓരോ കാര്യങ്ങൾക്കും ഞാൻ തന്നെ പൈസ തന്നത്. ഇപ്പോഴല്ലേ എന്റെ കയ്യിൽ പൈസ ഇല്ലാണ്ടായത്? അല്ലെന്ന് ഞാൻ പറയുന്നില്ലല്ലോ, നിങ്ങൾ തന്നെയായിരുന്നു എല്ലാ കാര്യങ്ങളും നോക്കിയിട്ടുണ്ടായിരുന്നത്. പക്ഷെ നിങ്ങളുടെ കയ്യിൽ നിന്ന് ഒരു 10 രൂപ എനിക്ക് കിട്ടണമെങ്കിലേ 100 പ്രാവശ്യം നിങ്ങളുടെ പുറകെ നടക്കണമായിരുന്നു. എന്നിട്ടോ ഒരു 10,000 കണക്ക് നിങ്ങളെ ബോധിപ്പിക്കണം. കണക്ക് പറഞ്ഞിട്ടല്ലേ നിങ്ങൾ എനിക്ക് ഓരോരോ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. അപ്പൊ പിന്നെ എന്നോട് കണക്ക് പറയാൻ നിങ്ങൾ എന്തിനാ മടിക്കുന്നത്? തൽക്കാലം ഈ ഷൂസ് വേണ്ട, ഉള്ള പഴയതൊക്കെ വെച്ച് അഡ്ജസ്റ്റ് ചെയ്യും. എന്റെ ഇന്ന് പൈസ ഇങ്ങനെ ഞാൻ മറന്ന് പറിച്ചെടുക്കുന്നല്ല, കഷ്ടപ്പെട്ട് അധ്വാനിച്ച് ഉണ്ടാക്കുന്നതാ. ഇനി ഇങ്ങനെ എന്തെങ്കിലും സാധനങ്ങൾ വാങ്ങാൻ നിൽക്കുമ്പോഴേ എന്നോടും കൂടി പറയണം. നീ തോന്നിയ പോലെ വില കൂടി സാധനങ്ങൾ ഓർഡർ ചെയ്തിട്ടാല് ആരെടുത്തു കൊടുക്കും പൈസ? നിങ്ങൾക്ക് വേണമായിരുന്നെങ്കിൽ ഒരു 300-400 എന്നോട് ചോദിച്ചിടായിരുന്നു, ഞാൻ തരായിരുന്നല്ലോ. ഷോപ്പ് പോയി വാങ്ങിയാ പോരെ. ഇതാള് വിളിക്കുന്നുണ്ട്. ഹലോ, അതൊന്ന് ക്യാൻസൽ ചെയ്യാൻ പറ്റുമോ? ഞങ്ങൾ ഇവിടെ സ്ഥലത്തില്ല. OTP പറഞ്ഞുതരാം. പിന്നെ ഇനി മുതലേ ഈ അഡ്രസ്സിലേക്ക് വരുന്ന എല്ലാ ഐറ്റംസും ക്യാൻസൽ ചെയ്യണേ. എന്തെങ്കിലും ഉണ്ടെങ്കിൽ കുറച്ച് ദിവസത്തേക്ക് ഞങ്ങൾ ഇവിടെ ഉണ്ടാവില്ല, അതുകൊണ്ടാ. ശരി. ശരിട്ടാ, എന്നാ ഞാൻ ഇറങ്ങുക. ഞാൻ എന്തിനാ വരെ നിക്കുന്ന? അയ്യോ അമ്മായി, പോവല്ലേ? ഇത്ര നേരം നിന്നില്ലേ? കുറച്ചു നേരം നിൽക്ക്, അവിടെ പോരും. എന്തിന് ഇത്ര നേരം ഞാൻ ഇവിടെ ഇരുന്നതല്ലേ? അപ്പഴോട് മേലേക്ക് കയറിപ്പോയത്. ചിരിക്കാനുള്ള മര്യാദയും കൂടി കാണിച്ചില്ലല്ലോ. ഞാൻ ഇവിടെ നിൽക്കണോ? അതല്ല അമ്മായി, അവള് ജോലി സ്ഥലത്ത് ഓരോ ടെൻഷനിൽ കയറി വന്ന, അപ്പൊ ശ്രദ്ധിച്ചിട്ടുണ്ടാവില്ല. എന്നാൽ നിന്റെ ഒരു അവസ്ഥ നോക്ക്. എന്ത് കഷ്ടകാലത്തിനാ നിന്റെ ജോലി പോയത്? നിന്റെ അമ്മയ്ക്ക് കറക്റ്റ് ടൈമിന് അസുഖം വരാനും നീ 2 മാസം ലീവ് എടുക്കാനും ആ ടൈമിൽ അവർ വേറെ ആളെ ചേർത്താനും, ഒന്നില്ലെങ്കിൽ 10-15 വർഷം നീ അവിടെ ജോലി ചെയ്തത്. ആ നന്ദി ഉണ്ടോ അവർക്ക്? ലീവ് എടുത്ത വഴിക്ക് വേഗം വേറെ ആളെ ചേർത്തുക. ഇതുപോലെ എത്ര ലീവ് എടുത്തിരിക്കണ്, അപ്പോഴൊന്നും ആളെ ചേർത്തിട്ടില്ലല്ലോ. ഇപ്പൊ തന്റെ ഭാര്യന്റെ കീഴിൽ കഴിയേണ്ട ഒരു അവസ്ഥ വന്നല്ലോ എന്റെ മോന്റെ. എനിക്ക് ആലോചിക്കാൻ വയ്യ. അതൊക്കെ ഇനി പറഞ്ഞിട്ട് കാര്യമുണ്ട് അമ്മായി. ഞാൻ കുറെ കമ്പനിയിൽ അപ്ലൈ ചെയ്തു, പക്ഷെ അതുപോലത്തെ ഒരു പോസ്റ്റ് ഇപ്പൊ കിട്ടണ്ടേ. അമ്മ എന്തായാലും ഇത്രയും ദൂരം വന്നല്ലേ, ഇരിക്കി, ഞങ്ങൾ വിളിച്ചിട്ട്. ശരി എന്നാ. ഇനിയിപ്പൊ ഞാൻ ഇട്ട് പോയിട്ട് എന്റെ മോൻ അതിനെ കുറിച്ചൊരു വേദന വേണ്ട. നീ വേഗം വിളിക്ക്. നല്ല ആളാ. നീ ഇവിടെ വന്നിരിക്കുക, അമ്മായി താഴെ നിനക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുന്നുണ്ട്. താഴേക്ക് പോ. താഴേക്ക് പോകാൻ എനിക്ക് വയ്യ. ഇത്ര നേരം ഓഫീസിൽ ജോലി ചെയ്തിട്ട് വന്നതല്ലേ, നല്ല ക്ഷീണം. ഞാൻ കുറച്ച് റെസ്റ്റ് എടുക്കട്ടെ. നീ ഒരുമാതിരി മര്യാദകൾ കാണിക്കാൻ നിൽക്കരുത് കേട്ടോ. നീ ഓഫീസിൽ വന്നപ്പോ അമ്മായി ഹോളിൽ ഇരിക്കുന്നുണ്ടായിരുന്നല്ലോ, നീ എന്താ മൈൻഡ് ചെയ്യാണ്ട് കയറുന്നത്? എനിക്ക് എന്തെങ്കിലും ഒന്ന് സംസാരിച്ചുകൂടായിരുന്നോ? ഞാൻ എന്തൊക്കെ പറഞ്ഞിട്ടാണെന്നറിയോ അമ്മായിനെ അവിടെ പിടിച്ചിരുത്തിയത്? അതിന് ഞാൻ പറഞ്ഞോ അമ്മായിനെ പിടിച്ചിരുത്താൻ? പറഞ്ഞവിടെ വിട്ടൂടായിരുന്നോ? അല്ലെങ്കിൽ നിങ്ങളുടെ കുടുംബക്കാരല്ലേ, എനിക്കെന്ത് സംസാരിക്കാൻ അവിടെ വന്നിട്ട്? എനിക്കൊന്നും സംസാരിക്കാനില്ല. എന്തെങ്കിലും പറയണ്ടേ നിങ്ങൾ പോയി പറയേ. നമ്മുടെ കുടുംബത്തിന് ആള് വരുമ്പോഴേ അറ്റ്ലീസ്റ്റ് സുഖമാണെങ്കിൽ നിനക്ക് ചോദിച്ചൂടെ? എന്തിനത്ര അഹങ്കാരം പിടിച്ചിട്ട് നടക്കാൻ നിൽക്കുന്നത്? നമ്മുടെ കുടുംബോ? അങ്ങനെ ഒരു കുടുംബം ഉണ്ടോ? നിങ്ങളുടെ കുടുംബത്തിനല്ലേ ആള് വന്നിരിക്കുന്നത്. അപ്പൊ സുഖവിവരങ്ങളൊക്കെ നിങ്ങൾ ചെന്ന് ചോദിച്ചാൽ മതി. ഞാൻ അങ്ങോട്ടേക്ക് എഴുന്നള്ളേണ്ട കാര്യമൊന്നുമില്ല. എഴുതാ, നീ ഒരുമാതിരി വർത്താനം പറയാൻ നിൽക്കല്ലേ. നീ ഇപ്പൊ താഴേക്ക് വരുന്നുണ്ടോ ഇല്ലേ അത് പറയും. വെറുതെ ഇങ്ങനെ ഓരോന്ന് വായിലൊരുന്ന് വിളിച്ചു പോയിട്ട് അവർ ഇൻസൾട്ട് ചെയ്യാൻ നിൽക്കണ്ട. കേക്കട്ടെ, അതിനിപ്പോ എന്താ? ഞാൻ അവരെ ചെലവിലാണോ അവിടെ നിൽക്കുന്നത്? അവരിങ്ങനെ പേടിച്ച് കഴിയാൻ വേണ്ടിയിട്ട്. നിങ്ങൾ ചായയും പലഹാരവും കൊടുത്തില്ലേ, ഇനി പോയിക്കോട്ടെ. പിന്നെ എന്തിനാ ഇവിടെ നിൽക്കുന്നത്? നീ എന്താ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത്? അവരിങ്ങോട്ട് വന്ന് നിന്നെ എന്നെ കാണാൻ വേണ്ടിട്ടാ, എന്നിട്ട് അവരിങ്ങനെ അവമാനിച്ചു വിടാനാ? ഇതിലിപ്പോ എന്തത്ര അതിശയിക്കാനുള്ളേ? ഇതിവിടെ സാധാരണ നടന്നുകൊണ്ടിരിക്കുന്ന കാര്യമല്ലേ. എന്റെ വീട്ടിൽ നിന്ന് ആൾക്കാർ വരുമ്പോ നിങ്ങൾ ഇങ്ങനെ അപമാനിച്ചല്ലേ വിടാറ്? പിന്നെ നിങ്ങളുടെ വീട്ടിൽ നിന്ന് ആൾക്കാർ വരുമ്പോ ഞാൻ താലപ്പൊലി എടുത്ത് സ്വീകരിക്കണം? നിങ്ങളിങ്ങനെ ആലോചിച്ച് നിൽക്കണ്ട. ഇവിടെ താഴെ ഒരുപാട് വിലപിടിപ്പുള്ള സാധനങ്ങൾ ഉള്ളതാ. ഏതൊക്കെ റൂമിൽ നിന്ന് എന്തൊക്കെ മിസ്സാകാന്ന് പറയാൻ പറ്റില്ല. പോയിട്ട് അമ്മായിനെ പറഞ്ഞു വിടാൻ നോക്ക്.
അമ്മായി അവളെന്തോ ഒരു വർക്ക് ചെയ്യാം, കുറച്ചുകൊണ്ട് വരും. അമ്മായി എന്തായാലും ഇരിക്കും, ഭക്ഷണം വെച്ചിട്ട് പോ. നീ എന്നോട് കള്ളത്തരമൊന്നും പറയണ്ട. അവള് പറഞ്ഞത് മുഴുവനും ഞാൻ കേട്ടു. ഇപ്പൊ അവള് ഭർത്താവ്, നീ ഭാര്യയാണല്ലടാ. എന്താണ് അവൾ ഇങ്ങനെ മാറിയത്? കഷ്ട. ഞാൻ പോവുക. ഇതൊക്കെ കൂടെ ഇവിടെ കൊണ്ടുപോയിട്ട് നീ ഇതെങ്ങോട്ടാ ഓടുന്നത്? പാത്രക്കാരൻ വന്നിട്ടുണ്ട്. ഞാനൊരു മിക്സി വാങ്ങിയിട്ട് അതിന്റെ പൈസ കൊടുക്കാൻ പോവാ. തൽക്കാലം നീ ആ മിക്സി അങ്ങോട്ട് തിരിച്ചു കൊടുത്തേക്ക്, പൈസ കൊടുക്കാൻ നിൽക്കണ്ട. അതിന് തിരിച്ചു കൊടുക്കുന്നേ? ഞാൻ 2-3 ആഴ്ച മുമ്പ് പറഞ്ഞതാ, ഇന്നാ മൂപ്പര് കൊണ്ടുവന്നേ. അതിന് പഴയ മിക്സി ഇവിടെ ഇല്ലേ? ഒരു വീട്ടിൽ 3-4 മിക്സിന്റെ ആവശ്യമുണ്ടോ? 3-4 മിക്സിയോ? ഇവിടെ ഒരെണ്ണം ആകെ ഉള്ളത്. അത് തന്നെ കേടായിട്ട് എത്രയായെന്ന് അറിയോ? എപ്പോഴും റിപ്പയർ ചെയ്ത് ഉപയോഗിക്കുക. ഇതിപ്പോ 4000 രൂപയേ ഉള്ളൂ. ഇൻസ്റ്റാൾമെന്റ് ആയിട്ട് കുറച്ച് കൊടുത്താൽ മതി. നീ അതൊന്നും വാങ്ങാൻ നിൽക്കണ്ട, അതൊക്കെ തല്ലിപ്പൊളി ആയിരിക്കും. നിനക്ക് വേണമെങ്കിൽ വല്ല ബ്രാൻഡഡ് സാധനം ഞാൻ വല്ല ഷോപ്പിൽ നിന്ന് വാങ്ങിക്കൊണ്ടുവരാം. അത് കുഴപ്പമൊന്നുമില്ല, ഞാൻ പറഞ്ഞ സാധനം തന്നെ കൊണ്ടുവന്നിരിക്കുന്നത്. ഷോപ്പിൽ കൊടുക്കുന്നതിനേക്കാൾ ഒരു 300-400 കൂടുതൽ കൊടുക്കേണ്ടി വരും, അത്രേ ഉള്ളൂ. ഓ, നിനക്ക് പൈസ വെറുതെ കിട്ടുന്നതാണല്ലോ. 300-400 രൂപ കൂടുതലുള്ളത് എന്ത് ഈസി ആയിട്ടാ പറയുന്നത്? എടി, സാധാരണ പെണ്ണുങ്ങൾ എന്താ ചെയ്യുന്നറിയോ? ഇങ്ങനത്തെ എന്തെങ്കിലും നാശമായിട്ടുണ്ടെങ്കിൽ അത് റിപ്പയർ ചെയ്യാൻ നോക്കും കുറഞ്ഞ പൈസക്ക്. ഇവിടെ അത് നാശമാകുമ്പോഴത്തേന് പോയിട്ട് വേറെ വാങ്ങിട്ട് വരും. ഏട്ടാ, ഇവിടെ ഉള്ളത് അത്രയും കേടായിട്ടുണ്ട്, ഇനി അത് ഉപയോഗിക്കാൻ പറ്റുമൊന്നുമില്ല. പിന്നെ നിങ്ങൾ ഈ വാങ്ങിത്തരാ പറച്ചിലേ ഉള്ളൂ. എനിക്കറിയാം, ചെയ്തു തരുമൊന്നുമില്ല. മൂപ്പര് വെയിറ്റ് ചെയ്യാൻ കൊണ്ടുപോയി കൊടുക്കട്ടെ. ആന്റി, അച്ഛ പറഞ്ഞു മിക്സിന്റെ പൈസ തരാൻ. ആ, നീ ഇങ്ങോട്ട് എത്തിയോ? ഞാൻ അച്ഛന് പൈസ കൊണ്ടുവരാൻ നിൽക്കായിരുന്നു. പോകാനായിട്ടുണ്ടാവും അല്ലേ? നീ അവിടെ നിന്ന് സാധനം വേണ്ടെന്നല്ലേ ഞാൻ പറഞ്ഞേ? നിങ്ങൾ എന്തൊക്കെയാ പറയുന്നത്? കുട്ടിയല്ലേ അവിടെ നിൽക്കുന്നത്? അവനോട് ഞാൻ പറഞ്ഞോളാം. ഡാ മോനെ, നീയേ ചെന്ന് നിന്റെ അച്ഛനോട് പറ, ഈ ആന്റിക്ക് ഇവിടെ മിക്സി വേണ്ടാന്ന്, ആന്റി തിരിച്ചു കൊണ്ടുവരാന്ന്. നിന്റെ അച്ഛൻ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഓരോ ബ്രാൻഡാന്ന് പറഞ്ഞിട്ട് കൊണ്ടേ കൊടുക്കും. ഇതിനല്ലേ ഈസി ആയിട്ട് പറ്റിക്കാൻ പറ്റും. തലയ്ക്കകത്ത് ഒന്നുമില്ല, ഒരു വിവരമില്ലാത്ത സാധനം. ഒരു കുഞ്ഞിനോടാണ് ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത്? മിണ്ടാതിരിക്കേ. കുഞ്ഞ്? എടി, നിന്നെക്കാൾ വിവരണ്ട ചെറിയ ചെക്കന്. കണ്ടില്ല ഈ പ്രായത്തിന് ബിസിനസ് കൊണ്ട് നടക്കുന്നത്. അവൻ പൈസ ഉണ്ടാക്കാൻ നടക്കുന്നത്, നിന്നെ പറ്റിച്ചിട്ട്. നീ ആണെങ്കിൽ കൊണ്ടേ കൊടുക്കാൻ നിൽക്കുന്നത്. നിങ്ങളൊന്ന് പതുക്കെ പറയും. കുട്ടീന്റെ അച്ഛൻ അവിടെ ഗേറ്റിന്റെ അവിടെ ഒന്ന് കാത്തു നിൽക്കുന്നുണ്ട്. നമുക്കൊരു കേക്കില്ലേ? കേക്കടി, അയാൾ കേൾക്കാൻ വേണ്ടി തന്നെ ഞാൻ പറഞ്ഞത്. ഇനി മേലെ അയാളുടെ സാധനം വേണ്ടി വീട് കയറി പോരുത്. അവിടെ ഒരു മിക്സി. അപ്പൊ ഞാൻ എന്താ ചെയ്യണ്ടാണ്ടി? നിക്കണോ പോണോ? എടാ, അപ്പൊ ഞാൻ ഇത്ര നേരം പറഞ്ഞു നിനക്ക് മനസ്സിലായില്ല? ഇവിടുത്തെ ആന്റിക്ക് നിന്റെ അച്ഛന്റെ മിക്സി വേണ്ടാന്ന്. നീ തിരിച്ചു പോയിക്കോ, ആന്റിയെ കൊണ്ടേ തരൂ. കൊണ്ടേ തിരിച്ചു കൊടുക്ക. ഇനിയിപ്പോ എന്തെങ്കിലും ബുദ്ധിമുട്ട് നിൽക്കണമെങ്കിൽ ഞാൻ കൊണ്ടേ കൊടുക്കാം. നാല് വർത്താനം പറഞ്ഞിട്ട് അയാളോട്. വേണ്ട, ഞാൻ തിരിച്ചു കൊടുക്കാം. കഴിഞ്ഞില്ലേ? മോൻ പോയിക്കോട്ടോ, ഞാനിപ്പോ സാധനം കൊണ്ടുവരാം. അച്ഛനോട് പറഞ്ഞേക്ക്. ഇതെന്താടാ അത്? നീയൊന്നും തിന്നലില്ലേ? എന്താ നിന്റെ കോലം? ആണോ? ഞാൻ മെലിഞ്ഞോ? ഏയ്, ചിലപ്പോ ഈ ഷർട്ട് ഇട്ടുണ്ടോ അമ്മയ്ക്ക് തോന്നുന്നായിരിക്കും. പിന്നെ അമ്മായി നിന്നെ ആദ്യമായിട്ടാണല്ലോ കാണുന്നത്. ഈ ഷർട്ട് ഇട്ടല്ലേ അന്ന് അങ്ങോട്ടേക്ക് വന്നത്. അപ്പൊ എന്തൊരു മോനായിരുന്നു, ഗുണ്ടസായിട്ട് അടിച്ചിട്ട്. ഇപ്പൊ എന്ത് കോലം ആയിരിക്കുന്നത്? എന്താടി ഇത്? നീ ഒരു ചെക്കനൊന്നും ഉണ്ടാക്കി കൊടുക്കുന്നില്ല? എന്താ അവന്റെ കോലം ഇങ്ങനെ? അതെന്താ അമ്മ അങ്ങനെ പറയുന്നേ? ഞാൻ തന്നെയല്ലേ ഇവിടെ ഭക്ഷണമൊക്കെ ഉണ്ടാക്കി കൊടുക്കുന്നേ. അത് കാണാനുണ്ട് ഇപ്പൊ. നീ പിന്നെയും തടിച്ചിട്ടുണ്ടല്ലോ. നിനക്ക് ഇഷ്ടപ്പെടുന്നുണ്ടായി കഴിക്കുന്നുണ്ടാവും അല്ലെ? അത് അവന് ഇഷ്ടപ്പെടുന്നുണ്ടാവില്ല. അതിന് അവൾ ഉണ്ടാക്കുന്ന ഭക്ഷണം അവൾക്ക് പോലും കഴിക്കാൻ പറ്റില്ല, പിന്നല്ലേ എനിക്ക്. എന്റെ അമ്മായി 10 വർഷമായി കല്യാണം കഴിഞ്ഞിട്ട് ഇന്നേ വരെ ഒരു വക സാധനം ഇവൾ ഉണ്ടാക്കാൻ പഠിച്ചിട്ടില്ല. ഒന്നുകിൽ ഉപ്പ് കുറയും, അല്ലെങ്കിൽ കൂടും, എരിവ് കൂടും, കുറയും. എന്ത് പറയാൻ അവളെ കുറിച്ച്? ഒരു കുന്തം ഉണ്ടാക്കാൻ അറിയില്ല. കണ്ടില്ലേ? ഇങ്ങനെ തന്നെ പറയിപ്പിക്കണം കേട്ടാ. നീ വെറുതെ വീട്ടിലിരിക്കല്ലേ? എന്നാലും യൂട്യൂബൊക്കെ നോക്കി നല്ല നല്ല ഭക്ഷണം ഉണ്ടാക്കി പഠിക്കേ. നീ അങ്ങോട്ട് വാടാ, അമ്മായി നല്ല നല്ല ഭക്ഷണം നിനക്ക് ഉണ്ടാക്കി തരാം. കഷ്ടം തന്നെ. ഇങ്ങനെയുണ്ട് ഒന്ന് കാലത്ത് പെമ്പിള്ളാര്. അല്ല, അമ്മായി ചായ കുടിച്ചോ? ഇല്ല, ചായ കുടിച്ചിട്ടില്ല, കുടിക്കാം. ഇത്ര നേരം കുടിച്ചില്ലേ? നീ എന്ത് നോക്കിക്ക? അവിടെ ഒരാൾ വീട്ടിലേക്ക് വരുമ്പോ വായി നോക്കിക്ക. പോയി ചായ എടുത്തിട്ട് വാ. ഇല്ല, ഞാൻ അമ്മായിക്ക് ചായ എടുക്കാൻ വേണ്ടി നിൽക്കായിരുന്നു.
മധുരം എങ്ങനെയാന്ന് അറിയില്ലല്ലോ, ചോദിക്കാൻ വേണ്ടി വന്നതാ. ഓ മധുരമൊന്നും എനിക്ക് പ്രശ്നമല്ല. അവൻ പറഞ്ഞു ചടച്ചു പോയി. ചായ ഒന്നും എനിക്ക് വേണ്ട, ഒരു ഗ്ലാസ് വെള്ളം കൊടുക്ക്. ഇപ്പൊ എനിക്ക് തിരിച്ചു പോകാനുള്ളതാ. നീ ചായ കുറിച്ചല്ല വയറ് കേടാക്കി കഴിഞ്ഞാ ബുദ്ധിമുട്ടാവും. പിന്നെ വേറെ എന്തൊക്കെയുണ്ടോ വിശേഷങ്ങള്? ജോലിക്ക് എങ്ങനെ പോകുന്നു? ജോലിയൊക്കെ സ്മൂത്ത് ആയിട്ട് പോകുന്ന അമ്മായി. പിന്നെ നമ്മുടെ സാബുവിന്റെ കാര്യം എന്തായി? അവൻ വിളിക്കില്ല ഇടയ്ക്കൊക്കെ? ഞാനിവിടെ വെച്ചതാണല്ലോ. ഇതിപ്പോ എവിടെ പോയി? വേറെ വല്ലതും വെച്ചോ? ഇല്ല, ഞാൻ ഇവിടെ തന്നെ വെച്ചു ആണെന്നല്ല. ഞാനിവിടെ പൈസ വെച്ചിട്ടുണ്ടായിരുന്നല്ലോ, അത് നീ എടുത്തോ? ഞാനോ? ഞാനെന്തിനാ എടുക്കണം? വെച്ചെടുത്ത് തന്നെ ഉണ്ടാവും, നോക്ക്. കാണാത്തോണ്ടല്ലേ ചോദിച്ചത്. ഇന്ന് രാവിലെ ഞാൻ ടേബിളിന്റെ മേലെ 5000 രൂപ വെച്ചതാ. നീ അല്ലാണ്ട് വേറെ ആരും എടുക്കില്ല. അതവിടെ കണ്ടില്ലെങ്കിൽ ഞാൻ എടുത്തുന്നാ. സാധാരണ എപ്പോഴും ഇങ്ങനെ തന്നെയാ. എന്തെങ്കിലും കണ്ടില്ലെങ്കിൽ അത് ഞാൻ എടുത്തിട്ടുണ്ടാവും. ഇത് വേറെ പണിയൊന്നുമില്ല. അത് നിങ്ങൾ തന്നെ എവിടെയെങ്കിലും വെച്ചിട്ടുണ്ടാവും. അവിടെ തന്നെ ഉണ്ടാവും നിർബന്ധമൊന്നുമില്ലല്ലോ. ഇതൊക്കെ ഒന്ന് വൃത്തിയായി കഴിയട്ടെ, എന്നിട്ട് ഞാൻ തന്നെ തെരഞ്ഞെടുത്ത് തരാം. എന്ന് പറഞ്ഞാൽ നിനക്കറിയാം എവിടെ വെച്ചിട്ടുണ്ടെന്ന്. സമയങ്ങളാണ്ട് പൈസ എടുത്താടി. നിങ്ങൾക്ക് എന്താ മനുഷ്യ വട്ടുണ്ടോ? നിങ്ങൾ 5000 രൂപ ഇട്ടിട്ട് ഞാൻ എന്ത് ചെയ്യാനാ? വല്ല പാന്റിന്റെ പോക്കറ്റിലോ പേഴ്സിലോ എവിടെയെങ്കിലും വെച്ചിട്ടുണ്ടാവും, ഒന്ന് തെരഞ്ഞു നോക്ക്. ഞാൻ എവിടെ വെച്ചത് എനിക്ക് നല്ല ഓർമ്മയുണ്ട്. പാന്റ് പോക്കലാണ്, എനിക്ക് അതൊന്നും എടുത്തൂടെ? ഞാൻ ഇവിടെ തന്നെയാ വെച്ചത്. നീ എടുത്തില്ല, നിന്റെ അമ്മ എടുത്തിട്ടുണ്ടാവും. എന്റെ അമ്മയോ? അമ്മ എന്തിനാ നിങ്ങളുടെ പൈസ എടുക്കുന്നത്? അതിനല്ലേ എനിക്കും അറിയാത്തത്. നീ നിന്റെ അമ്മയോട് ചോദിച്ചോക്കെ. അല്ലെങ്കിൽ നിന്റെ അമ്മയുടെ ഒരു സ്വഭാവം അത്. ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ റൂമിൽ കയറിയിട്ട് മൊത്തം തെരയാ. ഇത് ഒരുമാതിരി അനാവശ്യം പറയാൻ നിൽക്കരുത് കേട്ടോ. എന്റെ അമ്മ നിങ്ങളെ പൈസ എടുക്കാൻ വേണ്ടിയാണ് ഇങ്ങോട്ട് വന്നത്? എന്നെ കാണാൻ വേണ്ടി വന്നതാ? അല്ലെങ്കിൽ നിങ്ങൾ മാത്രമേ 5000 രൂപയും 6000 10,000 ഒക്കെ കണ്ടിട്ടുള്ളൂ, ഞങ്ങളൊന്നും കണ്ടിട്ടില്ല. വെറുതെ എന്തെങ്കിലും വിളിച്ചു പറയാ. അതിന് നീ എന്തിനാണ് ഇങ്ങനെ ചൂടാവുന്നത്? നിന്റെ അമ്മ പൈസ എടുത്തില്ലെങ്കിൽ നിനക്ക് എന്തിനാ അത്ര ദേഷ്യം? ആ തള്ളനെ ഇപ്പൊ തന്നെ വിളിച്ചു നോക്ക്. അരമണിക്കൂർ മുമ്പല്ലേ ഇവിടെ നിന്ന് ഇറങ്ങിയത്. പകുതി കഴിച്ചിട്ടുണ്ടാവുള്ളൂ. നിങ്ങൾ കണ്ടോ എന്റെ അമ്മ പൈസ എടുക്കുന്നത്? ആ കേറി. ഞാൻ കണ്ടതാ നിന്റെ അമ്മ റൂമിൽ ഇറങ്ങി പോകുന്നത്. അതിന് എന്റെ അമ്മ നിങ്ങളുടെ പൈസ എടുത്തിട്ടാണ് ഇവിടുന്ന് പോയത്? പിന്നെ എന്തിനാണ് ഇത്ര തിരക്കിട്ട് പോയത്? 2 ദിവസം നിൽക്കാൻ വന്നല്ലോ ഇവിടെ. ആ നിങ്ങളുടെ പെരുമാറ്റം കൊണ്ട് രാവിലെ മുതൽ ഉച്ച വരെ അമ്മ ഇവിടെ ഉണ്ടായിരുന്നില്ലേ? ഒരക്ഷരം നിങ്ങൾ എന്റെ അമ്മയോട് സംസാരിച്ചോ? എന്തെങ്കിലും ഒന്ന് ചായ കുടിക്കുന്നോ ഭക്ഷണം കഴിക്കുന്നോ എന്തെങ്കിലും നിങ്ങൾ പറഞ്ഞോ? നിങ്ങളുടെ വീട്ടിൽ നിന്ന് ആരെങ്കിലും വരുമ്പോഴത്തേക്കും വെള്ളം എടുത്തു കൊടുക്കുക, ചായ എടുത്തു കൊടുക്കുക, ഫുഡ് എടുത്തു കൊടുക്കുന്ന ഭയങ്കര സൽക്കാരമായിരിക്കുമല്ലോ. അതുപോലെ തന്നെയല്ല എന്റെ വീട്ടിൽ നിന്ന് ആരെങ്കിലും വരുമ്പോഴും. അയ്യോ, സൽക്കരിച്ചിരുത്താൻ പറ്റിയൊരു കുടുംബം ഇപ്പൊ തന്നെ വന്നാണ്ടല്ലേ. വന്നപ്പോഴത്തേന് 5000 രൂപ അടിച്ചാൽ അങ്ങോട്ട് പോയി. നീ ഇങ്ങനെ ആലോചിച്ച് നിൽക്കാണ്ട് വിളിച്ചു പറയുന്നതിന്റെ തള്ളേനെ പൈസ ഇരിച്ചുകൊണ്ട് തരാൻ. കക്കാമെന്നിരിക്കുന്ന പറഞ്ഞു വീട്ടിൽ നിന്ന്. മതിയടി നിന്റെ കള്ളക്കരച്ചില്. എടുത്തോ ഇല്ലേന്ന് ഇവിടെ വന്നറിയാലോ. ഒന്നുമില്ല, നീ നിന്റെ അമ്മേനെ വിളിക്കുക, അല്ലെങ്കിൽ ഞാൻ വിളിക്കും. ഇപ്പൊ വിളിക്കേ. ചോദിക്ക് പൈസ എടുത്തോന്ന്. ഹലോ അമ്മ. അപ്പം ഇവിടുത്തെ റൂമിലെ ഒരു 5000 രൂപ ടേബിളിൽ വെച്ചിട്ടുണ്ടായിരുന്നു. അത് അമ്മ കണ്ടോ? ഇപ്പൊ തന്നെ ഇങ്ങോട്ട് വരാൻ പറ. ഇല്ലമ്മ, പ്രശ്നമൊന്നുമില്ല. അത് ഇവിടെ എവിടെയോ ഞാൻ അറിയാണ്ട് വെച്ചു. അപ്പൊ അത് ചോദിക്കാൻ വേണ്ടിട്ടാ. ആ ശരി. ഞാൻ നിന്നോട് പറഞ്ഞ അവരിങ്ങോട്ട് തിരിച്ചു വിളിക്കാനല്ലേ? പൈസ എടുത്തത് ആരെങ്കിലും എടുത്തു എന്ന് പറയോ? അമ്മ നിങ്ങളുടെ പൈസ ഒന്നും എടുത്തിട്ടില്ല. എടുത്തിട്ടുണ്ടെങ്കിൽ വരാൻ പറഞ്ഞാ പോലെ. വെറുതെ എന്നെ കാണാമെന്ന് എന്റെ അപ്പൻ അപമാനിക്കാൻ വേണ്ടിട്ട്. നിനക്കും അറിയില്ല, നിന്റെ അമ്മ എടുത്തിട്ടുമില്ല. പൈസ ഒന്നും തന്നെ അങ്ങോട്ട് പറന്നു പോയല്ലോ. എടി വല്ല 5000 10,000 വേണമെങ്കിൽ നേരിട്ട് ചോദിച്ചൂടെ? ഞാൻ മാന്യമായിട്ട് കൊടുക്കൂലേ? ഇതൊക്കെ എന്തിനാ ഇവിടെ കൊണ്ടുവന്ന് ഫിറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്? വെറുതെ സ്ഥലം കളയാൻ വേണ്ടിട്ട് പറിച്ച് കളയാം.
കുറെ വയറുണ്ട് ഇവിടെ. ഇതല്ലേ നിങ്ങളുടെ പൈസ? ഇതിപ്പോ എവിടെ നിന്ന് കിട്ടി? ഷെൽഫിന്ന്. എന്നെ കാണാൻ വന്ന് എന്റെ അമ്മേനെ അപമാനിക്കാനുള്ള നാടകമായിരുന്നു നിങ്ങളുടെ. നിങ്ങൾ പൈസ മറന്നൊന്നുമല്ല, ഇല്ലാത്ത സ്ഥലത്ത് മനഃപൂർവ്വം തരുന്നതാ എന്റെ അമ്മേനെ നാണം കെടുത്തി വിടാൻ വേണ്ടിയിട്ട്. കരഞ്ഞുകൊണ്ട് എന്റെ അമ്മ ഫോൺ കട്ട് ചെയ്തു. നിങ്ങൾ ഇന്ന് എന്നോട് ചെയ്തതിന് എണ്ണി എണ്ണി കണക്ക് പറഞ്ഞ ഒരു ദിവസം വരും, കാത്തിരുന്നു. ഇതാ നിങ്ങളുടെ പൈസ, എടുത്തോ. അമ്മായി പോയല്ലേ? പിന്നെ പോകാണ്ട് നിന്റെ ഈ സ്വഭാവത്തിന് മനുഷ്യന്മാര് വീട്ടിൽ കയറും? ഇല്ല, അതെനിക്കറിയാം. ഇതേ സ്വഭാവം കാണിച്ചല്ലേ എന്റെ വീട്ടുകാരെ മുഴുവൻ നിങ്ങൾ എന്റെ അടുത്ത് അകറ്റിയത്. ഇല്ലാത്ത പൈസ എടുത്തു എന്ന് പറഞ്ഞിട്ട് എന്റെ അമ്മനെ നിങ്ങൾ ഒരുപാട് അപമാനിച്ചില്ലേ. ഇനി എന്റെ വീട്ടിൽ നിന്ന് ആരെങ്കിലും ഇങ്ങോട്ട് വരുമോ? അവനവനായിട്ട് അനുഭവിക്കുമ്പോഴേ എന്റെ വിഷമം എന്താണെന്ന് മനസ്സിലാവും. നിങ്ങൾക്കന്ന് ജോലി ഉണ്ടായിരുന്നു. അന്നെന്ത് കൊമ്പത്താളാന്ന് വിചാരിച്ചിട്ടേ എന്നെ നിങ്ങൾ കുറെ അങ്ങോട്ട് അടിച്ചമർത്തിയതാ. നാട്ടുകാരുടെ മുമ്പിലും വീട്ടുകാരുടെ മുമ്പിലും ഇവിടെ വന്ന് കയറുന്നവരുടെ മുമ്പിലും ഒക്കെ നിങ്ങൾ എന്നെ ഒരുപാട് ഇൻസൾട്ട് ചെയ്തിട്ടുണ്ട്. ഇപ്പൊ നിങ്ങൾക്ക് മനസ്സിലായോ അതിന് വേദന എന്താന്നുള്ളത്? കുറച്ച് ദിവസമേ ആയിട്ടുള്ളൂ ഞാൻ നിങ്ങളോട് ഇങ്ങനെ പെരുമാറാൻ തുടങ്ങിയിട്ട്. അപ്പോഴത്തേക്ക് നിങ്ങൾക്ക് ഭയങ്കര മനപ്രയാസം ഉണ്ടാകുന്നുണ്ടല്ലേ. അപ്പൊ ഇത്രയും കാലം 10 വർഷം നിങ്ങൾ ഇവിടെ അടിമേനെ പോലെയല്ലേ എന്നെ ട്രീറ്റ് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പൊ എനിക്ക് എത്രമാത്രം വേദന ഉണ്ടാവും. നിങ്ങൾ അധ്വാനിച്ച് പൈസ കൊണ്ടുവരുമ്പോ ഞാൻ വെറും വീട്ടു ജോലിക്കാരൻ. നിങ്ങൾക്ക് എന്നെ ഇൻസൾട്ട് ചെയ്യാ, മറ്റുള്ളവരുടെ മുമ്പിൽ കുറ്റപ്പെടുത്താ, എന്തും വിളിച്ചു പറയാ. ഞാൻ ഒന്നും പറയാണ്ട് എല്ലാം സഹിച്ചിങ്ങനെ മിണ്ടാണ്ട് നിൽക്കണം. ഞാൻ നിങ്ങളോട് ഇപ്പൊ പെരുമാറുന്ന പോലെ ജീവിതകാലം മുഴുവൻ പെരുമാറിയാലും എത്ര കാലം നിങ്ങൾക്ക് പിടിച്ചു നിൽക്കാൻ പറ്റും? ഈ ഭാര്യ ഭർത്താവ് എന്ന് പറയുന്നതേ രാജാവും പ്രജയും കളിക്കാനുള്ളതല്ല. ഒരാൾ ആജ്ഞാപിക്കാനും മറ്റൊരാൾ ഇങ്ങനെ പേടിച്ചു നിൽക്കാനും. പരസ്പരം സ്നേഹിച്ചും ബഹുമാനിച്ചും മുന്നോട്ട് പോകാൻ അറിയണം. എന്നാൽ ഈ ബന്ധത്തിന് ഒരു അർത്ഥമുള്ളൂ.